സ്നേഹമുള്ളവരെ, ഞാൻ കെ രമേശൻ, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലൈഫ് മിഷൻ്റെ സങ്കല്പം നാറാത്ത് പഞ്ചായത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീട് നൽകിക്കൊണ്ട് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. അർഹതയുള്ള 137 പേർക്കും എഗ്രിമെൻ്റ് വെക്കുകയും 130-ൽ പരം വീടുകൾ പൂർത്തീകരിക്കുകയും 7 വീടിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഈ വരുന്ന 5-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഭൂമിയുള്ള ഭവനരഹിതരായ സമ്പൂർണ്ണ ഭവനം നൽകിയതിൻ്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സർ അവർ നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ നമ്മുടെ അഴീക്കോടിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ KV സുമേഷ് അധ്യക്ഷത വഹിക്കും. നാറാത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കൂടാതെ ഭൂമിയില്ലാത്തതും ഭവനമില്ലാത്തതുമായ ഏതാണ്ട് 40ഓളം പേർക്ക് ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടി, വീട് വെക്കുന്നതിന് വേണ്ടി എഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ എഗ്രിമെൻ്റ് വെക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നാറാത്ത് പഞ്ചായത്തിലാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേര് അബ്ദുള്ളാണ്. പിന്നെ നാറാത്ത് പഞ്ചായത്ത് ലൈഫ് പദ്ധതിയുടെ ഒരു പെട്ടി കിട്ടിയതാണ്. അതിൽ കൂടെയാണ് ഞാൻ ഇവിടെ ഒരു സംഭവം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെയുള്ള പഞ്ചായത്തിൻ്റെ വകയാണ്. നമസ്കാരം, ഞാൻ സെക്രട്ടറി അജിത് കുമാർ, നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകുകയും ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഭവനം നൽകുകയും ചെയ്ത് സമ്പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ദരിദ്രരും അതിദരിദ്രരും പട്ടികജാതിക്കാരുമായിട്ടുള്ള ഗുണഭോക്താക്കൾക്കും മൊത്തം 30 പേർക്കാണ് ഭൂമി നൽകിയിട്ടുള്ളത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ഭൂരഹിതരായിട്ടുള്ളവരിൽ ഭൂമി നൽകിയത് നാറാത്ത് ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ 137 പേർ എഗ്രിമെൻ്റ് വെച്ചതിൽ 130 പേർ വീട് പൂർത്തിയാക്കുകയും 7 പേർ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയുമാണ്. ഇങ്ങനെ ലൈഫ് ഭവന പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സമ്പൂർണ്ണതയിലെത്തി നിൽക്കുകയാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ഭൂമി, വീട് എന്നിവ നൽകിയ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഉപജീവനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഒട്ടേറെ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. ഉദാഹരണമായി കോഴിക്കൂട്, തൊഴുത്ത്, ആട്ടിൻകൂട് എന്നിവ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. സ്വയം തൊഴിൽ നൽകുന്നതിലൂടെ അവരുടെ തുടർന്നുള്ള വരുമാനവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിലൊന്നായ ലൈഫ് ഭവന പദ്ധതി നാറാത്ത് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. പഞ്ചായത്തിൻ്റെ കീഴിൽ വീട് കിട്ടിയത് വളരെ സന്തോഷമായി. കുറേ വർഷങ്ങളായി എനിക്ക് വരുന്ന ഇത് വളരെ സന്തോഷത്തിൻ്റെ തന്നെ കിട്ടി. നല്ല വീടായി സൗകര്യമായിട്ട് കിട്ടുന്നത്. ആസിയാൻ്റെ എൻ്റെ പേര് ആസിയാണ്. പഞ്ചായത്ത് നാറാത്ത് പഞ്ചായത്താണ്. 12ാം വാർഡിലാണ്. എനിക്ക് കാഴ്ചകളില്ല. എൻ്റെ പേര് ശ്യാമള. ഞാൻ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്.
നമ്മുടെ ഈ ഭരണസമിതി വന്നത് മുതൽ പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നത് പോലെ തന്നെ കേരള സർക്കാരിന്റെ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പറയുന്ന രീതിയിലുള്ള 4 ഘട്ടങ്ങളിലായിട്ടുള്ള പദ്ധതികൾ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ട് അതുപോലെ തന്നെ വീടില്ലാത്തതും സ്ഥലമില്ലാത്തവരായ ആൾക്കാരെ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും തന്നെ വീട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഭരണസമിതിയുടെ ജനപ്രതിനിധികൾക്കൊപ്പം തന്നെ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ VO ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലൈഫ് ഭവന താക്കോൽദാന പരിപാടിയുടെ ഭാഗമായിട്ട് 113 വീടുകൾക്ക് ഒന്നിച്ച് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരും സഹായിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചു. നമസ്കാരം, എൻ്റെ പേര് കുഞ്ഞുമോൻ CM. ഞാൻ നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 1 ആണ്. നിലവിൽ 2-2.5 വർഷമായി ഞാനിവിടെ തുടരുകയാണ്. നാറാത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളൊന്നായ ലൈഫ് ഭവന പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ ഈ പഞ്ചായത്തിൽ വിഭാവനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഭരണസമിതിയും അതിന് തക്കതായ സ്റ്റാഫുകളും എല്ലാ സപ്പോർട്ടും തരുന്ന നാട്ടുകാരും ഗുണഭോക്താക്കളും ചേർന്ന് ലൈഫ് ഭവന പദ്ധതി സമ്പൂർണ്ണമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 137 ഭൂമിയുള്ള ഭവനരഹിതരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 130 പേരും പൂർത്തീകരിക്കുകയും ബാക്കി 7 പേർ അന്തിമഘട്ടത്തിലാണ്. നാറാത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ST വിഭാഗത്തിലെ ആൾക്കാർ, SC വിഭാഗത്തിലെ ആൾ, മത്സ്യത്തൊഴിലാളികൾ, അതിദരിദ്രർ, ആശ്രയർ, കാഴ്ച പരിമിതിയുള്ളവർ, ദുർബലരായ ആൾക്കാർ, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ലൈഫ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കേവലം ലൈഫ് പദ്ധതികൾക്കപ്പുറം ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായും കേവലം വീട് എന്നതിൻ്റെ അപ്പുറം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് ആണ്. അവരെ ഫിനാൻഷ്യലി എംപവർ ചെയ്യാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർക്ക് ഇതിലൂടെ സ്വയം തൊഴിൽ പദ്ധതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി വഴി 90 തൊഴിൽ ദിനങ്ങൾ, അതുപോലെ കമ്പോസ്റ്റ് വിറ്റ്, സോപ്പ് വിറ്റുകൾ, ടോയ്ലറ്റ്, അതുപോലെ വ്യക്തിഗത കിണറുകൾ, ഇതൊക്കെ നമുക്ക് ലൈഫ് പദ്ധതിയിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതുകൂടാതെ ഭൂരഹിതരായ ഭവനരഹിതരായ ആൾക്കാർ ലൈഫ് 20-ൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിൽ നോക്കുകയാണെങ്കിൽ 32 പേർക്ക് നമുക്ക് ഭൂമി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വലിയൊരു നേട്ടമാണ്. ഇതിനൊക്കെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രയത്നമാണ്. കേവലം ഒരു വ്യക്തിയുടെ മാത്രമല്ല, പഞ്ചായത്ത് 20% തുക നിർബന്ധമായി വകയിരുത്തുന്നത്. അതിന് പുറമെ നമ്മൾ ഹഡ്കോ വായ്പ വഴി 47 ലക്ഷം ഞങ്ങൾ വായ്പ എടുക്കും. അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വലിയൊരു വിഭവ സമാഹരണത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരവസരത്തിൽ എല്ലാ ഗുണഭോക്താക്കളോടും ഈ പഞ്ചായത്തിന് സഹായം ചെയ്ത എല്ലാ ആൾക്കാരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. താങ്ക് യു.